CPM ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആര്യങ്കാവ് പാലരുവി ടൂറിസ്റ്റ് കേന്ദ്രം സംരക്ഷിക്കുക, പാലരുവി ഗൈഡുകളുടെ ജോലി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. വൻപിച്ച ജനകീയ മാർച്ച് നടത്തപ്പെടുകയാണ്. കേന്ദ്രത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നീ ജനകീയ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPIM ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റിയുടെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ സദയം സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് തെന്മല ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DFO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പണിയെടുക്കും ഗൈഡന്മാർക്ക് തൊഴിൽ തരൂ, തൊഴിൽ തരൂ, തൊഴിലില്ലെങ്കിൽ ജയിൽ തരൂ. സമരം CPM പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളം പോലെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ പാലരുവിയെ പോലെ ഇനിയും വികസനം കാത്തുകിടക്കുന്ന, ശാപമോക്ഷം കാത്തുകിടക്കുന്ന നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ഈ പാലരുവിയുടെ വികസനത്തിന് വേണ്ടി VSS രൂപീകരിക്കുമ്പോൾ ഈ പാലരുവിയുടെ വികസനത്തിന് വേണ്ടി ഒരു നയാ പൈസ പോലും കേരളത്തിലെ ഗവൺമെന്റ് മുടക്കിയിരുന്നില്ല. ഞാൻ ഈ VSSന്റെ പ്രവർത്തനങ്ങളിൽ അന്ന് ആക്കാലം മുതൽ നേതൃത്വം നൽകുന്ന സഖാവ് നമ്മുടെ വിശ്വനാഥനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ കാലത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അക്കാലത്തെ ഗൈഡുകളും സമാഹരിച്ച പരിമിതമായ തുക കൊണ്ടാണ് പാലരുവി VSSന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 3 ലക്ഷം രൂപയാണ് ഒരു മാസം ആ പാലരുവി VSSലൂടെ സമാഹരിക്കുവാൻ സർക്കാരിന് സാധിക്കുന്നത്. ചെറിയ തുകയാണ് 3 ലക്ഷം രൂപ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭരണാധികാരികൾ, ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയണം, നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള പാലരുവിയുടെ വികസനത്തിന് UDF ഗവൺമെന്റുകൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് തർക്കങ്ങളിലും മന്ത്രിമാരുടെ കുടുംബ പ്രശ്നങ്ങളിലും മുഴുകിയിരിക്കുന്ന UDF സർക്കാരിന് പാലരുവി പോലുള്ള പ്രശ്നങ്ങൾ അജണ്ടയിലില്ലെന്ന് MA രാജഗോപാൽ പറഞ്ഞു. LDF ഭരണകാലത്ത് പാലരുവി വികസനത്തിന് അനുവദിച്ച ഫണ്ട് UDF സർക്കാർ വേണ്ട രീതിയിൽ ചിലവാക്കിയിട്ടില്ലെന്നും ഇതിന് സർക്കാർ മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി അംഗം പാലക്കൽ വിശ്വൻ അധ്യക്ഷനായി. ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP മത്തായി സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ R പ്രദീപ്, R സുരേഷ്, PS ചെറിയാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജുലാൽ പാലസ്, 100ഓളം CPIM പ്രവർത്തകർ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. സർക്കാർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല.